ഈ നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദൈവസ്നേഹം. അപ്പം സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിക്ക് ഈ സംഭവങ്ങൾ ഇപ്പൊ എല്ലാം കിട്ടിയ പോലെയാണ് അല്ലേ? എന്തൊക്കെയാണുള്ളത്? ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണുള്ളത്? സ്നേഹം, ആനന്ദം. അപ്പൊ ഇതെല്ലാം ഈ ആന്തരികമായ ആനന്ദത്തിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. സ്നേഹം, ആനന്ദം, പിന്നെന്താണ്? സമാധാനം, ക്ഷമ, ദയ, നന്മ. ഇത് ഈ സമാധാനം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം പ്ലസ് ക്ഷമയാണ് ഈക്വൽ ടു സമാധാനമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലസ് അതിൻ്റെ കൂടെ പിന്നെന്താ? ക്ഷമ കൂടുമ്പോഴാണ് അതായത് സമാധാനം എന്ന് പറയുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പം സ്നേഹവും പിന്നെ അതിൻ്റെ സർപ്ലസായി വരുന്ന സഹിക്കുന്ന സ്നേഹവും കൂടി വരുമ്പോഴാണ് നമ്മൾ സമാധാനം വരണത്. പിന്നെ സമാധാനം കഴിഞ്ഞ് എന്താ പറയണത്? ക്ഷമ, ദയ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനാണ് ദയ എന്ന് പറയുന്നത്. നന്മ. അത് ഏത് കാലാവസ്ഥയിലും നന്മയായിട്ടുള്ള ചെയ്യാനുള്ള ബേസിക് ഗുഡ്നെസ് ആണത്. വിശ്വസ്തത എന്ന് വെച്ചാൽ വചനത്തോടും ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ഒരു മനുഷ്യന്റെ കൂറ് വിശ്വസ്തത. സൗമ്യതയിലും ഈ സഹിക്കുന്ന സ്നേഹവും ക്ഷമയും കൂടിയാണ്, പ്രത്യാശയും കൂടി കലർത്താണ് ഈ സൗമ്യത ഉണ്ടാകുന്നത്. സൗമ്യത ശരിയാകും. ഭർത്താവ് 4 കാലേ വീണ് കുടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മോന്തക്ക് 2 കാച്ച് കാച്ചിയാലും ഈ ഭാര്യ, ചില ആന്തരികമായ അഭിഷേകം കിട്ടിയ ഭാര്യമാർ പ്രാർത്ഥനയോടെ നിൽക്കും. എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യനെ കർത്താവ് തൊടും എന്നാണ് പറയണത്. തൊടും, അതാണ് സൗമ്യത. അപ്പം അവൾക്ക് ഇതുപോലെയുള്ള എടുത്ത് കയറ്റമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാണ്. അതായത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധ. ഇതുകൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണമെന്ന് പറഞ്ഞത്. ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിയോഗങ്ങൾ എഴുതി കെട്ടിത്തന്നല്ല പ്രശ്നം. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വചനങ്ങളുണ്ട്. അത് വരണത് വ്യാഖ്യാനങ്ങളിലാണ് വരണത്. ഉടമ്പടി ധ്യാനം കുടുംബം മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പഴയ ലോകത്താനായിട്ട് തന്നെ ജീവിക്കും. അത് ഒരു വശമായിട്ട് പോകും. വീട്ടിൽ നിങ്ങൾ പഴയ ആൾക്കാർ തന്നെ ജീവിക്കും. അങ്ങനെ അത് ജീവിക്കാതിരിക്കാനാണ് നിങ്ങളോട് പറയണത്. എന്താണ്? നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണം. പിന്നെ എന്താ ചെയ്യണത്? 1/2 മണിക്കൂർ വെച്ച് വചനം വായിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാനും മുടങ്ങാതെ വചനം വായിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണം. ആരാധനയിലൂടെ വചനത്തോടുള്ള ദാഹം ഞങ്ങളിൽ ഉണർത്തണമേ, ആത്മാഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ അലക്സിൻ്റെ ഈ അന്ത്യകുദാശ കൊടുത്തെന്ന് പറഞ്ഞ അലക്സിനെ ജിൻസിയുടെ ആ ഉള്ളിലുണ്ടായിരുന്ന ദൈവം കൊടുത്ത വെളിപാട് പോലെ തന്നെ അവിടുന്ന് പൂർണ്ണമായി സുഖപ്പെടുത്തി നടത്തിക്കൊണ്ടാണ് അവൾ തിരിച്ച് വീട്ടിലോട്ട് പോരണത്. ആ സാക്ഷി അവസാനിക്കണം അങ്ങനെയാണ്. അതായത് നിങ്ങൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ എന്താണ് ജിൻസിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ജിൻസി മൈനർ മിറക്കിളിൽ നിന്ന് മേജർ മിറക്കിളിലേക്ക് ചേഞ്ച് ചെയ്ത്. മനസ്സിലായില്ല? അറിവ് എന്താ പറയണത്? അറിവ് നമുക്കെന്ത് തരുന്നു? അനുഭവം തരുന്നു. ഈ അനുഭവത്തിൽ തന്നെ എന്തൊക്കെയാണ് ഉള്ളത്? മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ ഈ മൈനർ എക്സ്പീരിയൻസ് മാത്രം കിട്ടി മൂക്കിലെ പനിമാർ, മുട്ടയപ്പനിമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അവരുടെ ജീവിതത്തിൽ മൈനർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അവർക്ക്. എന്താ കാര്യം? അവിടെ അറിവ് മൈനറാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വൻമീനുകളെ പിടിക്കാൻ, കൃപയുടെ വൻമീനുകളെ പിടിക്കണം. എന്നുവെച്ചാൽ കുറച്ച് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീങ്ങണം. ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യം എന്താ?
ഉടമ്പടി നിങ്ങളെ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീക്കുന്നു. അതപ്പം നിങ്ങൾക്ക് ഇപ്പം ജിൻസിയെ സംബന്ധിച്ചുള്ള എന്താ സംഭവിക്കുന്നത്? ഭർത്താവിനെയും കിട്ടി, അവൾ ആധ്യാത്മികമായി വളരുകയും ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങ് നൽകുന്ന ശോധനകളിലെ ശംഖ് പതറിപ്പോകാതെ നിശബ്ദതയോടെ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവസ്നേഹത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ അനുഭവത്താൽ എന്താ? അനുഭവം എന്തിനാ? സാക്ഷ്യം പറയാനാണോ? അല്ല. അറിവ് നമുക്ക് അറിവ് നമുക്ക് എന്ത് ചെയ്യും? അനുഭവം തരും. അനുഭവം നമുക്ക് എന്താ തരണത്? ബോധ്യം. ഇപ്പം ജിൻസിക്ക് എന്താ കിട്ടിയിരിക്കണത്? ബോധ്യം. എന്താണ്? ഈ കാലം കഴിഞ്ഞു പോകും, എന്ത് സങ്കടം വന്നാലും ഞാൻ ഉടമ്പടിയെടുത്ത അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തെ ഞാൻ എന്ത് ക്രൈസിസ് ആയാലും കാഷ്വാലിറ്റി ആയാലും എനിക്കിനി അതിജീവിക്കാൻ കഴിയും. കാരണം എന്താണ്? ഞാൻ ഉടമ്പടിയിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇത്തരം ആന്തരിക അവബോധത്തിലേക്ക് ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പം ഓരോ സാക്ഷ്യവും ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് പറയുവേ, കൃപാസനം എന്ന് പറയുന്നത് സാക്ഷ്യമാണ്. എന്താ കാര്യം? സാക്ഷ്യം എന്ന് പറയുന്നത് ബോധ്യമാണ്. അപ്പോൾ ബോധ്യം ആൾക്കാർക്ക് എന്താ നൽകണത്? ബോധ്യമാണ് നൽകണത്. ബോധ്യം. ഇപ്പം അറിവ് അനുഭവം നൽകുന്നു. അനുഭവം നൽകും, ബോധ്യം നൽകും. ഇപ്പം ജിൻസിക്കൊരു ബോധ്യം കിട്ടിയില്ലേ? ഈ ബോധ്യം പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന വൈശാഖിനില്ലായിരുന്നു. വൈശാഖ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന കൃപാസനത്തെക്കുറിച്ച് മോശം വീഡിയോ ആര് പറഞ്ഞാൽ അത് നോക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ അന്ന് കൃപാസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നോ? അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് പിന്നെ അതുകൊണ്ട് അയാൾ പറയും ഞാൻ അഹങ്കാരിയായിപ്പോയെന്നാണ് പറഞ്ഞത്. വൈശാഖ് പറയുന്ന ഒരു വിഷയമുണ്ട്. അതായത് എപ്പോഴും കുഴപ്പമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട്, അതായിരുന്നു എൻ്റെ അഹങ്കാരമെന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾക്കുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടൻറ്റഡ് ആയിരിക്കും, പിന്നെ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല. അഹങ്കാരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ദൈവത്തിൻ്റെ സ്പേസ് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മുറി മുഴുവനും മേശം കസേരയാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റുമോ? അതുപോലെയാണ് ഈ സംഭവം. നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് മുഴുവനും. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. അതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഈ വൈശാഖിൻ്റെ ഭാര്യയുണ്ട് അന്ന, അവർ മിക്സഡ് മാരേജാണ്. അന്ന വൈശാഖിന് രണ്ടുപേരും ദുബായിലാണ്. അന്ന വൈശാഖിനോട് പറയും, ഇച്ചയ തൊണ്ടയ്ക്കെന്തോ കുഴപ്പമുണ്ട്, പൊടി എന്ന് പറയാം. ഈ അന്ന പറഞ്ഞാണ്, ഇച്ചയ തൊണ്ടയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത്, തടയി നോക്കുകയും പറയും, എടി പൊടി എന്ന് പറഞ്ഞ് ഇവളത്ത് ഓടിച്ചിടും, സമ്മതിക്കത്തില്ല. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയും, അത് പുള്ളി നല്ല ഈ ജിംനേഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പോൾ പറയും, എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണത്, അല്ല കഥയൊന്നുമില്ലെന്ന് പറയും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അന്ന പറയും, അച്ഛാ തൊണ്ടയ്ക്ക് എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് പറയും. അപ്പം ഇനി ഇവരോട് ഭയങ്കര സ്നേഹമായത് കാരണം എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറയും. എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ ആപ്പടെ മാറും. എന്താ കാര്യം? ഇത് തൈറോയ്ഡ് ക്യാൻസറാണ് സംഭവം. തൈറോയ്ഡ് ക്യാൻസർ ആകുമ്പോൾ പിന്നെ അവിടെ ദുബായിൽ വേണ്ടത്ര മെഡിക്കേഷൻ ഇല്ല. അവളെ നേഴ്സാണ്, അവളവിടെ നിൽക്കും. എന്നിട്ട് ഈ ആളെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. നോക്കിയേ, 1 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറുന്നു കണ്ടില്ലേ? 1 സെക്കൻഡ് കൊണ്ട് കാര്യം മാറും. എല്ലാം ഓക്കെ ആയിരുന്നൊരു കുടുംബത്തിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറണ കണ്ട. വൈശാഖ് നാട്ടിലും അന്ന ദുബൈയിലുമാണ്. പിന്നെ എന്താ ചെയ്യണത്? അപ്പോൾ ഇതൊരു ഓപ്പറേഷനിലേക്കാണ് പോണത്. നാട്ടിൽ വന്നും അത് സ്കാൻ ചെയ്തെടുത്ത് നോക്കിയപ്പോഴും അത് തൈറോയ്ഡിൽ ക്യാൻസർ തന്നെയാണ്. അതോടുകൂടി ഈ മനുഷ്യൻ അസ്തമിക്കാൻ തുടങ്ങും. വല്ലാത്ത രീതിയിൽ വിഷമവും വേദനയും, കാലാവസ്ഥ മുഴ അങ്ങനെ വലുതാകാൻ തുടങ്ങും. അതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം വിട്ടുപോകണമെന്ന് കണ്ടപ്പോൾ
പിന്നെ എന്താണ്, താൻ പണ്ട് ട്രോള് വായിച്ച് കമൻറ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരും. ആൾ തിരിച്ചു വന്ന് കണ്ടില്ലേ, കാര്യം അവസാനത്തെ അഭയം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാം. പണ്ട് ഭാര്യയുമായിട്ട് ഒന്ന് വന്നതാണ്. അന്ന് ഭാര്യനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ വന്ന ആൾക്കാരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ വൈശാഖ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, ഇവിടെ വന്ന ആൾക്കാരൊക്കെ നോക്കും എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരുടെ വരുന്നത്. ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ കുറേ കാശ് അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടല്ല. ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇവിടെ നിന്നത്. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ്. നമുക്കറിയാമല്ലേ, അത് കൃപാസനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാതാവിൻ്റെ നാളെ കാലങ്ങളിലുള്ള തീർത്ഥാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്ത കണ്ടില്ലേ, ദേവാലയത്തിൽ വന്നിട്ടും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഭൗതിക ചിന്തയാണ് വരണത്, ആധ്യാത്മിക ചിന്തയല്ല. ഈ കുരങ്ങനെ കൊണ്ട് ചൂടുപായസം കുഴപ്പിച്ചിട്ട് പറഞ്ഞാൽ ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് ലോകകാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ തട്ടിപ്പായിരിക്കുമോ ഇനി, അതൊക്കെയാണ് പുള്ളി ചിന്തിക്കണത്. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നീട് പുള്ളിക്കാരന് ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകണത്. അതോടുകൂടി പുള്ളി വല്ലാത്തൊരവസ്ഥയിലാവും. അതിനുശേഷം രണ്ടുപേരും അങ്ങനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ വൈശാഖ് പറയണത്, എനിക്ക് ലൈഫ് തരണമെങ്കിൽ, തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമെന്നാണ്. എന്ന് ഉടമ്പടി തുടരും. അതായത് എതിർത്ത് നിൽക്കുന്നവരെ ദൈവാനുഭവം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന ബോധ്യമെന്ന് പറയണത് വല്ലാത്ത ബോധ്യമായിരിക്കും. ഇത് അമ്മയുമായിട്ട് ഇയാൾ ഒരു ഡിസ്കഷനിൽ, അമ്മ എനിക്കൊരു ലൈഫ് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ പിന്നെ നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കും, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ എല്ലാം തകർന്ന് ദൈവത്തോട് പറയും. അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ഇങ്ങനെ വെറുതെ ചെയ്യുക മാത്രമല്ല, വൈശാഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ചിലവായല്ലോ, ഓപ്പറേഷനൊക്കെ നടന്ന്. അപ്പോൾ കുറേ കാശ് ചിലവായി. ഇവർ സാമ്പത്തികമായിട്ട് തകർന്നുപോയി. അപ്പോൾ ഇതിൽ നിന്ന് റിലീവ്ഡ് ആകുകയും അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഇയാൾ തകർന്നു പോവുകയും ചെയ്യും. കാര്യം ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ. ജോലിക്ക് പോയിട്ടും കുറേ നാളായി. ഭാര്യ മാത്രമേ ജോലിക്ക് പോകാനുള്ളൂ. കടം അതിനേക്കാൾ ഇരട്ടിയായി വന്നപ്പോൾ ഒരു ദിവസം ഇയാൾ ദുബായിലെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ ഇയാളുടെ മേലെ കൈ നീട്ടിയപ്പോൾ എന്നാ പറ്റിയെന്നറിയാമോ, ഇവർ ഭയങ്കര സാമ്പത്തികമായിട്ട് പാപ്പരായ മനുഷ്യരായിപ്പോയി. കുറേ ചിലവൊക്കെ വന്ന് ഒന്നുമില്ലാതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ ധർമ്മക്കാരനെ കണ്ടപ്പോഴേ ഈ ഉടമ്പടിക്കുള്ളൊരു ഗുണവതാണ്. ഉടമ്പടി നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ കരുതാൻ പറയും. അപ്പം അങ്ങനെ ഉടമ്പടിയുടെ കൾച്ചർ ബേസിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കരുതാനുള്ള ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പോൾ ഈ ധർമ്മക്കാരൻ ഇയാളുടെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ ഇയാൾക്ക് ആണെങ്കിൽ അന്ന് അത്താഴത്തിനും എത്രയോ രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നതാണേ. ഇപ്പോൾ ഈ ഒരു പ്രത്യേകത്തിൽ പൈസ എല്ലാം പോയി. അപ്പോഴേ ഇയാൾ ഈ ധർമ്മക്കാരൻ കൈ നീട്ടുമ്പോൾ ഭാര്യയെ വിളിച്ച്, അത് അന്ന് അവളോട് ഭാര്യ വിളിച്ച് ചോദിക്കും, എടി അത്താഴത്തിന് എന്നാണെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനുള്ള കാശാണ് ഈ പോക്കറ്റിൽ കിടക്കണത്. വല്ല ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം, അതിൻ്റെ ഉദ്ദേശത്തിലാണ് പുള്ളി നടന്ന് വരണത്. അപ്പോൾ അതിൻ്റെ അത് 10 ദിർഹംസ് ഉണ്ട്. തട്ടിപ്പിടിച്ച് 220 രൂപ പുള്ളിയുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ 220 രൂപ കിടപ്പുണ്ട്. ഭാര്യയെ വിളിച്ച് ചോദിക്കും, എടീ അത്താഴത്തിന് എന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങൾക്ക് കൊളസ്ട്രോൾ അല്ലേ, നിങ്ങൾ ഡയറ്റിലാണ്, നിങ്ങൾക്ക് ഞാൻ സവാളയും തൈരും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി, അതുപോലെ ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും. എന്നാണോ ചോദിക്കാൻ കാര്യം? അല്ലോ ഒരു ധർമ്മക്കാരൻ എൻ്റെ അടുത്ത് നിൽക്കണേ, കൊടുത്തിട്ട് പോരാൻ പറയും. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്തുള്ള 10 ദിർഹംസ് അയാൾക്ക് കൊടുക്കും. എന്നിട്ട് പോയി അയാൾക്ക് സവാളയും മതി, സവാളയും തൈരും മതി രാത്രി. അപ്പോൾ അത് കൊടുക്കാനും തൻ്റെ കയ്യിൽ അത്താഴത്തിനുള്ള വക കൂടി കൊടുക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ആന്തരികമായ അഭിഷേകം കിട്ടും. ഇതാണ് സംഭവം, പിടിയിട്ടില്ലേ? അപ്പോൾ ഈ 10 ദിർഹംസ് അയാൾക്കെടുത്ത്, ധർമ്മക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല, വല്ല 2-3 ദിർഹംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവൾ കൈ പുകയിലുണ്ടായിരുന്ന 10 ദിർഹംസും കൊടുത്ത് 10 ദിർഹംസ് കൊടുത്തോടു കൂടിയുണ്ടല്ല ഈ ധർമ്മക്കാരൻ കൈ നീട്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഈ മനുഷ്യൻ തലയെ കൈവച്ചു. അത് വലിയ സന്തോഷത്തോടെ ഈ മനുഷ്യൻ കൈകൂപ്പി ധർമ്മക്കാരൻ്റെ ആശീർവാദം മേടിച്ച് വീട്ടിൽ വന്ന്
സന്തോഷത്തോടെയാണ് ആ മനുഷ്യനത് കൊടുത്തത്. കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ അളിഞ്ഞ മോന്ത്യമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പത്രം അങ്ങനെ ചെയ്യണവരുണ്ട്. അളിഞ്ഞ മോന്ത്യമായിട്ട് പത്രം കൊടുക്കും. ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ ആർക്കെങ്കിലും, ഇനി ആർക്കോട്ടെ ഏത് പണ്ടാരത്തിൽ കൊടുക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. സന്തോഷത്തോടെ കൊടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ സരസ്വതി ഇവിടെ ഒരു കിടിലൻ സാക്ഷ്യം പറഞ്ഞു. സരസ്വതി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവർ പറയണേ, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ 3 ദിവസം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയിൽ. അപ്പോൾ സരസ്വതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് രാവിലെ അവിടെ ചെന്ന് 3-ാം ദിവസം അവിടെ എത്തുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം കൊടുക്കാൻ ഇറങ്ങും. തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സന്ധ്യ വരെ ആ പത്രം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. വെറുതെ ഇട്ടും പോണതല്ല, തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഇതുകൊണ്ട് മാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വിശപ്പും ദാഹവും അറിയാതെ അത് ആന്തരിക സൗഖ്യം പ്രാപിച്ചിട്ടാണ് സരസ്വതി തിരിച്ചു വരണത്. അവർക്ക് തന്നെ ആ ഒരു മേഖല പണ്ടുണ്ടായിരുന്ന നിരാശയും സങ്കടത്തിൻ്റെ മേഖലയിൽ നിന്നുണ്ട്. അതായത് അവിടെ ഭൗതിക സാഹചര്യം മാറ്റമില്ല, പക്ഷേ ആ ഭൗതിക സാഹചര്യം പണ്ടുണ്ടായിരുന്ന ആഴവും അതിൻ്റെ തീപ്പൊള്ളൽ ഇന്ന് അനുഭവിക്കണില്ല. അവിടെ സരസ്വതിക്ക് ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആ വിഷയത്തിൽ തനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം തന്നെ നോക്കുന്നുണ്ടെന്ന രീതിയിൽ വളരെ ആന്തരികമായ കൃപയിലാണ് ഇവർ പോണത്. പക്ഷെ അവിടെ ജോലി അവർ മനോഹരമായിട്ട് ചെയ്യണേ. ഇത് തന്നെയാണ് ഇപ്പോൾ വൈശാഖിന് സംഭവിച്ചിരിക്കുന്നത്. വൈശാഖിന് ഈ അനുഗ്രഹം കിട്ടി, ധർമ്മക്കാരൻ്റെ അനുഗ്രഹം കിട്ടിയോടുകൂടി ഈ മനുഷ്യന് ഭയങ്കര, ഈ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ത്രസിപ്പ് തോന്നി. വന്ന് ഭാര്യയോട് പറഞ്ഞിട്ടും തീരില്ല, അയാളെന്നെ അനുഗ്രഹിച്ചടി, അയാളെന്നെ അനുഗ്രഹിച്ചെന്ന് പറയും. അപ്പോൾ വൈഫ് പറയും, അയാളല്ല അനുഗ്രഹിച്ചത്, കർത്താവാണ് ഇങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറയും. എന്ന് വെച്ചാൽ അയാളിലൂടെ. അതാരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, അതാരാണ് ധർമ്മക്കാരെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം നിൽക്കണ അറിയത്തില്ലല്ലോ. പക്ഷേ ദൈവം നിന്നത് പോലെയാണ് സംഭവിക്കണത്. പെട്ടെന്ന് പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്, വൈശാഖെ നിങ്ങൾ തിരിച്ച് റീജോയിൻ ചെയ്യണില്ലേ, നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി, നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായില്ലെന്നാണ് കമ്പനിയിൽ നിന്ന് കേൾക്കണത്, കമ്പനി പറയണത്. അപ്പോൾ സാറേ ശരിയായിട്ടില്ല, കാശെല്ലാം പോയി, വേറെടുത്ത കാശെല്ലാം പോയി, എല്ലാം ആശുപത്രിയിൽ പോയി, ഇൻഷുറൻസ് ശരിയായിട്ടില്ല. താൻ കുഴപ്പമില്ല, അതിങ്ങോട്ട് പോരാൻ പറ്റും. നാളെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പം ഞങ്ങൾ 10 ലക്ഷം ദിറംസ് വിടുന്നുണ്ടെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കി. അയാള് ആ 10 ലക്ഷം ദിറംസ് 10 ദിറംസിനും കൊടുക്കണ കണ്ടില്ല. അപ്പം ഞാനെങ്ങനെ ഓർത്തെന്നറിയാവോ, ഈ കർത്താവിൻ്റെ വചനം, ആ വചനത്തിൽ നമ്മൾ സന്തോഷത്തോടെ അത് കൈമാറി കഴിയുമ്പോൾ ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കും ആരോടായാലും. അത് വൈശാഖം ശരി, അതുപോലെ തന്നെ ആരാണ് ദൈവത്തോട് സന്തോഷത്തോടെ വചനം പാലിക്കേണ്ടത്. അങ്ങനെ ഒരു വചനമുണ്ട് കേട്ടോ, ലുക്ക 6:38. അതെ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് ആരാണ് തന്നത്, അവനാണ്. ആര്? ദൈവം. ആരുടെ വചനമാണ്? ഇതെല്ലാം വാഗ്ദാനമാണ്. കിട്ടും, കൊടുക്കും, ലഭിക്കും എന്നൊക്കെ പറയുന്ന എല്ലാം പ്രോമിസാണ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് 8870 പ്രോമിസിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കോവിഡ് പിടിച്ച് 2 മാസത്തോളം 1.5 മാസത്തോളം, എനിക്ക് 2 പ്രാവശ്യം കോവിഡ് പിടിച്ചു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? 2 പ്രാവശ്യം എനിക്ക് കോവിഡ് പിടിച്ച്. എന്താ, ആരാ കോവിഡ് തന്നത്? നിങ്ങളല്ലേ തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയല്ലേ, ഞാൻ പുറത്ത് പോകണില്ലല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ കേട്ടോണ്ട് തന്നെ. അപ്പോൾ ഒത്തിരി പേര് വരുമ്പോൾ ആരെങ്കിലും കയറി കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുക, തുമ്മുക ചെയ്യുമ്പോൾ അത് കിട്ടും. അതാണ് 2 പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ 1.5 മാസം ഞാൻ കിടന്നുപോയി. കാര്യം 1.5 മാസം ഞാനും വിജയകുമാർ മാത്രം എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കിടക്കുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ എന്നെ നോക്കിയത് മുഴുവനും നാഫർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സഹോദരനാണ്. അയാളാണെങ്കിൽ എൻ്റെ പൾസും എൻ്റെ ശ്വാസവും നോക്കാൻ വേണ്ടി വട്ടം കിടക്കുകയാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളെ കണ്ടപ്പോൾ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അന്ന് 1.5 മാസം രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, ശ്വാസം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ എൻ്റെ മേലിൽ ജവമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഫർ അടുത്ത് കിടക്കുകയാണ് വട്ടം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പന്തികേട് കണ്ട അപ്പോൾ പുള്ളിക്ക് അകത്തോട്ട് വരാൻ വേണ്ടി
പുള്ളി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടുള്ള സഹപ്രവർത്തകരല്ല, ആരുമല്ല. ഇത് നിങ്ങൾ ഓർക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരെയും താങ്ങണതും തലോടണമെല്ലാം നാളെ നിങ്ങൾക്ക് അവർ പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ നിങ്ങൾ താങ്ങണതും തലോടേണ്ടതും ദൈവത്തെ മാത്രമാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. പക്ഷേ ദൈവത്തോട് മാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സമയത്ത് ദൈവമാണ് ആളെ ദൂത വിടണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ പറഞ്ഞേ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ. അപ്പൊ ഈ നാഫർ ആരാണ് എൻ്റെ ഇരിക്കണേ? അവന്റെ ദൂതനാ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൂതൻ അയക്കും. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? അവൻ നിന്റെ വഴികളിൽ പറഞ്ഞേ നിന്നെ കാത്തുകൊള്ളും. അപ്പൊ നമ്മുടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊന്നും അല്ല. ആരെയാണ്? ദൈവത്തെയാണ്. അവൻ്റെ ദൂതനാണ്. അതായത് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ചില ആൾക്കാർ മക്കളെ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുകയാണ്. ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലോ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും, എന്നിട്ട് കഴിച്ചാടാ, കുടിച്ചാടാ, കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥിച്ചാടാന്ന് ഒരിക്കലും ചോദിക്കത്തില്ല ഈ പന്നി. അതാ പ്രശ്നം. എന്താ പ്രശ്നം? ഈ ജീവിതത്തിൽ അവർ ബേസിക്കായിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ്. അത് കാരണം അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഇല്ല. എന്താ കാര്യം? ഇതിനാണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു മൈനറായിട്ടുള്ള ഒരു കൺസോലേഷനിലൂടെ പോകത്തുള്ളൂ. ദൈവത്തെ മേജർ മിറക്കിൾസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ 12 കൊല്ലം ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച 12 കൊല്ലം. കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ്. ആ റിലയൻസിൻ്റെ ലോണെന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടാര പലിശ കയറിയിട്ട് കോടികളുടെ കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ്. ആരോടും പറയിക്കാതെ പുതിയ ലോൺ എടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ മിടുക്കനായിട്ട് വരും, സിമ്പിളിനായിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുപേർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല. ഹോട്ടൽ വിൽക്കാനല്ല, വേറെ ഒന്നും വിൽക്കാൻ അവിടെ ഇല്ല താനും. സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും വിറ്റ് പോകണില്ല. എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കുന്നത്, റവന്യൂ പ്രോബ്ലംസ്. അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു 0 ലെവലിലേക്ക് വരികയാണ്. അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോവിഡാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛൻ കമ്മെന്ന് പറഞ്ഞു, നമുക്ക് ഉടനെ എളുപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത്? എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോവിഡ് ആശുപത്രി കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കണം, ചാർത്തിൽ കിടക്കണം. ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത്. കാര്യം കോവിഡുകാരെ അവരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ കുറേ കോവിഡ്, അന്നത്തെ കാലത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രിയാണ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത്. പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങളോട് എന്താ പറയാൻ കാരണം, ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കണത്. ചില കോവിഡുകാരും മരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസ് ഇഫ് ഐ ആം നോട്ട് അഫക്റ്റഡ് ബൈ കോവിഡ്. അതായത് ഇത് സംഭവിക്കാത്ത പോലെ ഞാൻ കോവിഡ് അഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ്. രാത്രി പിന്നെ വ്യത്യാസം 3 മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റിയിട്ട് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം. അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം, പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലയിൽ നിന്ന് അഭിഷേകം മേടിക്കേണ്ടത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്തിരി ഓർമ്മ മതി.
എന്താണ് ജപമാലയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ, അത്രയേ ഉള്ളൂ. ജപമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ജപമാല ആക്ടിവേറ്റ് ആകാൻ. അപ്പോൾ ഞാൻ ഈ ജപമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കോ ഒരു ദിവസം 10 40 ഒക്കെ ജപമാല ചെല്ലും. കിടക്കാനല്ല, ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ എന്നിട്ട് ജപമാല ചെല്ലുകയാണ്. ജപമാല ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്ന് മുറി. അപ്പോൾ സാറിനാണെങ്കിൽ കോവിഡാണെങ്കിൽ സാറിന് അങ്ങനെ പേടിയൊന്നുമില്ല. സാർ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞ്, അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്, ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ, അതായത് ഒട്ടലാണേ, ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങൾ ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ കോവിഡ് പിടിച്ച് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയിലില്ല. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട്. രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ, പ്രാർത്ഥനയുടെ മൂല്യം കൂടും. പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിവ് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തയ്ക്ക് 40 പോയിൻ്റ് ആകും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം, പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥനാ വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ജിൻസിയില്ലേ, ജിൻസി എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത്, എനിക്കിപ്പോൾ പിന്നെ പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത്. അതായത് ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്താ പറയണത്, എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയണത് പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ, പരിശുദ്ധ എന്താണ് പറയണത് നമുക്കൊരു പിടിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ. പ്രാർത്ഥനയെല്ലാം മറന്നുപോയി, വിശ്വാസപ്രമാണം മറന്നുപോയി, ജപമാല മറന്നുപോയി, പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം അറിയാൻ പാടില്ല, അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി, ക്രമമെല്ലാം തെറ്റിപ്പോയി. എൻ്റെ മാതാവേ എന്നുള്ളത് അത് ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ വരമല്ല. പ്രാർത്ഥനാ വരമെന്ന് പറയുന്നത് പ്രെയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിലാണ് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും പ്രാർത്ഥന ചൊല്ലാൻ അറിയാം, അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. തന്നെയല്ല, മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടത്തില്ല, ചെല്ലാൻ കിട്ടത്തില്ല. അല്ല പറയാം, എനിക്ക് പ്രാർത്ഥന കിട്ടി, ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി, ഡിലീറ്റായിപ്പോയി പ്രാർത്ഥന, ആവിയായിപ്പോയി പ്രാർത്ഥന. വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായും ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചില്ല. ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവർക്കൊരു പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. അവരുടനെ സാറിനോട് വന്ന് ചോദിച്ചു, ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാ വിലയെന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞ്. 22 കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് 22 കോടി എന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ് എന്ത് മിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു, സാറേ എത്ര കുറച്ചാലും 18-ന് താഴെ കുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും സംഭവം നമുക്ക് കിട്ടുമെന്നൊരു ബോധമല്ല നമുക്കുള്ളത്, ഒരു ബോധമാണുള്ളത്. പക്ഷേ ആ ഒരു ആഴ്ച തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെമ്പോൾ തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു. എന്താ കാര്യം, അഡ്വാൻസ് തന്നതാണ്. കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല, ദൈവം എനിക്കിട്ടെന്താ ഇങ്ങനെ ചെയ്തത്, ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം, കല്യാണം കെട്ടിയും ഒക്കെ നടക്കണം, എനിക്ക് മാത്രമാണ് പ്രയാസമെന്ന് നിങ്ങൾ പറയരുത്. നമ്മളുടെ നിലപാട്, ഞാൻ 12 കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്ത് കടം കൊണ്ടാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും,
പണ്ടുള്ള സ്ഥലത്തൊക്കെ കോയമ്പത്തൂർ ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ് കടം മേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സാറിൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ് ഇന്നല്ലെങ്കിൽ സാററിയണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത്. വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടുന്ന്. എന്താ കാര്യം? അതാണ് എൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്ത് നോക്കുന്ന റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അത് സേഫ് ആക്കണം അത്രയും സ്ഥലം. അത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം, അവർക്ക് നാളെ പണി വരരുത്. അങ്ങനെ കറക്റ്റ് ചെയ്ത് അപ്പോൾ പക്ഷേ ഇത്രയും 12 കൊല്ലമായിട്ട് നടക്കണില്ല. അപ്പം നിങ്ങളെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂല്യം വർദ്ധിത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മൂല്യം വർധന ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലവിലുള്ള കുരിശിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ കുരിശിനെ റിജക്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും. ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കഴുത്തേക്ക് കയറുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ അവൾ സന്നദ്ധനായിട്ട് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ തള്ളി പുറത്താക്കിയതാണ്, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങൾ എടുത്തെന്നായിരിക്കും പറയണത്. അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൾ വീട്ടിൽ പോയി നിൽക്കണതിന് നാട്ടുകാരോട് പറയാൻ ഒരു കാരണമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റി? മകൻ്റെ ജീവിതം പോയി, നിങ്ങൾ കള്ളിയുമായി, അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയ കള്ളിയുമായി നിങ്ങൾ ആകപ്പാട്. അപ്പം നിങ്ങൾക്ക് വൈരാഗ്യം വിദ്വേഷമേ കൂടത്തുള്ളൂ. അതല്ല, ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അവൾ എന്തും പറഞ്ഞോട്ടോ, എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ കർത്താവ് അവളെ ശരിയാക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ പുതിയ പാപിയായിട്ട് മാറരുത്. പിന്നീട് പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലം എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല. ഉടമ്പടി ഒരു ജീവിത രീതി. അതിന് ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട്, തനത് സമീപനമുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇതിനാണ് മാതാവ് സെപ്റ്റംബർ 7 ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയറാകണ ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൈശാഖിന് ഇപ്പോൾ എത്രയ്ക്ക് 10 ലക്ഷം ദിർഹംസാണ് കിട്ടിയിരിക്കണം. 10 ദിർഹംസിന് പകരം ഉടനെ കമ്പനി അവനെ രണ്ടാമത് തിരിച്ചെടുക്കുകയും ചെയ്ത് അവന് 10 ലക്ഷം ദിർഹംസ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത്. നല്ല കാശായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനെ. ആ ലോണെല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം, ഇത്രയും നാൾ കിട്ടായിരുന്ന ഇൻഷുറൻസ് മുഴുവനും പാസ്സായി. ഒരു മനുഷ്യൻ 10 ദിർഹംസ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ്. എപ്പോഴും വിചാരിക്കേണ്ടത് നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് വൈശാഖ് ചെയ്തത് അല്ല. ഞാനിങ്ങനെ പറയണതുകൊണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് എന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും, അവൻ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കും. അത് കർത്താവിൻ്റെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാവല് സംരക്ഷണം റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്റെ വഴികളിൽ, ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കൃപാസനത്തിൽ വന്നിട്ട് വീട്ടിൽ പോയ വഴിയല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടെ നിന്നാണ്? നിത്യത വരെ കിടക്കണം ആ വഴി. അപ്പം നിന്റെ വഴികളിൽ എന്തു ചെയ്യും? നിന്നെ കാത്തുകൊള്ളും, നിത്യത നേടുന്നതിൽ നിന്ന്. ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ്. മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇതെങ്ങനെയാണ് തുടങ്ങിയത്? കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ മനുഷ്യൻ തന്നെ കണ്ടില്ലേ. ഇപ്പം എന്താ അവസാനം പറയണത്? മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിക്ഷനായിപ്പോയി. ഞാനെപ്പോഴും സന്തോഷിക്കണതേ, ഞാനെപ്പോഴും വൈ ഐ ആം എ മിഷണറി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ എ മിഷണറി. കാരണം എൻ്റെ ഉടുപ്പ് എൻ്റെ പട്ടം കിട്ടി 2 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ മിഷണറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവകയിൽ ജീവിക്കുമ്പോൾ തന്നെ
ഒരു മിഷൻ കോൺഗ്രിഗേഷനിൽ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടവക വൈദ്യന് മിഷണറി ആകാൻ പറ്റും. മിഷണറിയുടെ ജോലി എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മിഷണറിയായി. ഇപ്പം ഞാൻ മിഷണറിയായി, നിങ്ങളും മിഷണറി ആയില്ലേ? നിങ്ങളും മിഷണറി അല്ലേ? അപ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല. അതാണ് പ്രശ്നം.